അള്ളാഹിനോടൊരു കിതാബും വാങ്ങി ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം, എന്നാ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. ഇങ്ങനെ ലോകൾ പറഞ്ഞുകൊണ്ട് 15 വർഷത്തോളം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ മർദ്ദിച്ചുകൊണ്ടിരുന്നു, പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ മർദ്ദിച്ച സമയത്തോ പീഡിപ്പിച്ച സമയത്തോ തിരിച്ചൊരു പ്രതികാരം ചെയ്യുന്നതിന് പകരം അതെല്ലാം ക്ഷമയോടുകൂടെ നേരിടുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വന്നത്. അങ്ങനെ ക്ഷമിച്ചതിന് ശേഷമാണ് ഹിജ്റയുടെ 2-ാം വർഷം അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് യുദ്ധമല്ലാത്ത എല്ലാ മാർഗങ്ങളും അള്ളാഹുവിന്റെ റസൂല് പരീക്ഷിച്ചു. അതിൽപ്പെട്ട ഒരു വലിയ മാർഗമായിരുന്നു ഹിജ്റ പോവുക എന്ന്. ഹിജ്റ എന്ന് പറഞ്ഞാൽ സ്വന്തം ജനിച്ച നാടും വീടും ഒഴിവാക്കിക്കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടിലേക്ക് പോയി അവിടെ താമസിക്കും. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയേണ്ടതില്ല. കാരണം ഏതൊരാൾക്കും സ്വന്തം പുരയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സന്തോഷമാണ്. എനിക്ക് വല്ല ഇപ്പൊ ഈ പുരയിലെത്തിയ ഭയങ്കര സന്തോഷം. അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, ഇപ്പൊ വയസ്സായ ഉപ്പയെല്ലാം ഉള്ളു, എന്നാലും ആ പുരയിലെത്തിയ ഒരു വല്ലാത്ത സന്തോഷം. അത് ജനിച്ച നാട്ടിനോടും അതേപോലെ ജനിച്ച മണ്ണിനോടുമുള്ള നമ്മുടെ ഒരു സ്നേഹമാണ്. ഇപ്പം കോഴിക്കോടോ അതല്ലെങ്കിൽ